ഞാൻ ഈ തുറക്കുന്നത് സേഫ് സ്പേസിലേക്കുള്ള വാതിലുകളാണ്. കുറച്ച് മെസ്സേജുകൾ വന്നു, സേഫ് സ്പേസിന്റെ ഇന്റീരിയറും ഔട്ട് ഏരിയയൊക്കെ ഒന്ന് കാണിച്ചു തരാമോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇടയ്ക്ക് മുറയ്ക്കൊക്കെ പോസ്റ്റേഴ്സ് ഒക്കെ ഇട്ടപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലോഗോ. ഇപ്പോൾ ശരിക്കും വലിയൊരു ആശ്വാസമാണ് കേട്ടോ എനിക്ക് ഇവിടെ വന്ന് കുറച്ച് സമയം ഇരിക്കുന്നത്. ഈ ബുദ്ധാസിനെ പറ്റിയൊക്കെ ഒരുപാട് പേര് ചോദിച്ചു കേട്ടോ. അത് പറഞ്ഞുതരാം. നമ്മുടെ തിരുവനന്തപുരത്ത് മലയൻകീഴുള്ള ഗ്രീൻ ഹാർട്ട്സ് പ്ലാന്റ്സ് ആൻഡ് പോട്ട്സ് എന്ന് പറയുന്ന ഒരിടത്തു നിന്ന് ഞാൻ വാങ്ങിച്ചത്. അവിടെ പോയി കാണുമ്പോൾ ഞാൻ ടാഗ് ചെയ്തേക്കാം, കൊളാബറേറ്റ് ചെയ്തേക്കാം. നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കിഷോർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ തന്നെ ഇഷ്ടങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരുപാട് രൂപങ്ങൾ അവിടെ കാണാൻ പറ്റും. ഈ കാണുന്നതൊക്കെ അദ്ദേഹം ചെയ്ത എന്തെങ്കിലും മീനിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമായിട്ട് എനിക്കറിയില്ല. പക്ഷെ കണ്ടിരിക്കുമ്പോൾ, അതിനെ നോക്കിയിരിക്കുമ്പോൾ എന്തൊക്കെയോ മീനിങ് ഉള്ളതുപോലെ തോന്നും. അങ്ങനെയാണല്ലോ, വെറുതെ ഒരു വെളുത്ത പെയിന്റ് അടിച്ച പ്രതലത്തിലേക്ക് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നമുക്കൊന്ന് ആദ്യം തോന്നില്ല. പക്ഷെ നോക്കിയിരിക്കവേ ഒരുപാട് ചിത്രങ്ങൾ, ഒരുപാട് മൊമെന്റ്സ് ഒക്കെ ഇങ്ങനെ പതിഞ്ഞു വരുന്നത് പോലെ എനിക്ക് എപ്പോഴും ഇവരൊക്കെ അല്ലെങ്കിൽ ഈ കാഴ്ചകളൊക്കെ ഒരുപാട് കാര്യങ്ങൾ സമ്മാനിക്കാറുണ്ട്. അങ്ങനെ ഒരു സെഷനൊക്കെ കഴിഞ്ഞ്, ഒന്നിൽ കൂടുതൽ സെഷൻസ് ഒക്കെ ഒരു ദിവസം ചിലപ്പോൾ എടുക്കേണ്ടി വരാറുണ്ട്, അല്ലെങ്കിൽ കേൾക്കേണ്ടി വരാറുണ്ട്. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വട്ടായി. അപ്പോൾ അതൊന്നും ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, എല്ലാം കോൺഫിഡൻഷ്യലാണ്. അപ്പം എൻ്റെ എല്ലാം മനസ്സിൽ തന്നെ വെക്കുകയും വേണം. അപ്പം അതെല്ലാം വെച്ചുകൊണ്ട് കുറച്ച് സമയം ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കും, ഇവിടെ ഇങ്ങനെ നടക്കും. ബുദ്ധയെ നോക്കി, ഗാർഡൻ നോക്കി, വെള്ളം ഒഴിച്ച് അതിലെ പോച്ചയൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് കുറച്ച് സമയം അതിൽ സ്പെൻഡ് ചെയ്യും. അപ്പം കിട്ടുന്നൊരു സുഖവും സമാധാനവും ഉണ്ടല്ലോ. അപ്പം മനസ്സിലൂടെ കടന്നു പോകുന്ന കുറേ ചിന്തകളുണ്ട്. എന്തോരം കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലുള്ളത്. അത് വേദനയായിട്ടും സന്തോഷമായിട്ടും ഷെയർ ചെയ്യാൻ പറ്റാത്തതായിട്ടും ഒക്കെ. അപ്പം അതൊക്കെ വളരെ സേഫായിട്ട് സുമിയോട് പോയി പറയാം, സേഫ് സ്പേസിലേക്ക് പോയി പറയാം എന്ന ഒരു സന്തോഷത്തിൽ, അല്ലെങ്കിൽ ആ ഒരു ധൈര്യത്തിൽ, എന്തൊക്കെയോ ധൈര്യം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ വരുമ്പോൾ, ഞാൻ പറയട്ടെ, ഒരു 45 മിനിറ്റൊക്കെ നമ്മൾ ഒരു കൗൺസിലിംഗ് സെഷൻ എടുക്കാൻ പാടുള്ളൂ എന്നാ. പക്ഷെ അവരെ കേട്ടിരിക്കുമ്പോൾ 1 മണിക്കൂറും 1.5 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ നീളാറുണ്ട്. എൻ്റെ അവസ്ഥയൊക്കെ മറന്നിട്ട് അവരിലേക്ക് ഞാനങ്ങ് മാറുന്ന, അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ഒരു ലെവലിലേക്ക് പോകും. ഇനി ഇന്റീരിയറിലേക്ക് പോയാൽ ഇതും അവിടെ തന്നെയാണ്, ഗ്രീൻ ഹാർട്ട്സിന്റെ തന്നെ മറ്റൊരു ബ്യൂട്ടിഫുൾ വെൽക്കം ചെയ്തുകൊണ്ടുള്ള ഒരു ബുദ്ധ സ്റ്റാച്ചു. ഒരുപാട് പേര് ചോദിച്ചു. ഇതിന്റെ ഒരുപാട് കളേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നിങ്ങൾ നേരിട്ട് പോയി പർച്ചേസ് ചെയ്യുമ്പോൾ അറിയാം. ഇനി അകത്ത് കൗൺസിലിങ്ങിന് സെഷൻ ഇരിക്കുന്ന ഇടത്ത് ഈ റെസ്റ്റിംഗ് ബുദ്ധയുണ്ട്. ഈ കാണുന്ന ഡോളി ആൻഡ് ഫാമിലി ഒക്കെ ഇതിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളേഴ്സിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ അവിടെ കാണാൻ പറ്റും. പറഞ്ഞിരുന്നാൽ ഞാൻ കുറെ പറഞ്ഞുകൊണ്ടിരിക്കും. ഏതായാലും നിങ്ങൾക്ക് ആ പേജ് ഒന്ന് കയറി നോക്കാം കേട്ടോ.